നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളുമാണ്. അപ്പോൾ ഈ ടിപ്പുകളും ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതെനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ടിങ് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ഏതൊക്കെയാണ് ടിപ്പുകളും ട്രിക്കുകളും നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതോ ഒരാൾ മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ ഭയങ്കര ശല്യമാണ് അവൻ. പക്ഷേ നിങ്ങൾക്ക് അയാളുടെ മെസ്സേജ് എടുത്ത് നോക്കണമെന്നൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അല്ലെങ്കിൽ അവൻ്റെ മെസ്സേജ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആ മെസ്സേജ് റീഡ് ചെയ്തു എന്ന് അവൻ അറിയാനും പാടില്ല. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ജസ്റ്റ് അയാളുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഏറ്റവും റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് ഒരു 3 കുത്ത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്ട് ദിസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം അയക്കുന്ന മെസ്സേജ് എല്ലാം നിങ്ങളുടെ മെസ്സേജ് റിക്വസ്റ്റിൻ്റെ അകത്തായിരിക്കും വന്ന് കിടക്കുക. അപ്പോൾ ആ മെസ്സേജ് റിക്വസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയക്കുന്ന മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് റീഡ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾ സീനായി എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവത്തുമില്ല. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റീൽ സേവ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ടിക്ടോക്ക് ബണ്ട് കിട്ടിപ്പോയതിന് ശേഷം നമുക്ക് റീലാണല്ലോ ഉള്ളത്. ആ റീലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു റീൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ഏത് റീലാണോ അതെടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണിക്കും. ആ ഷെയർ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ആഡ് ടു യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി മോഡ് ക്രിയേറ്റ് ചെയ്ത് വരും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു റീലിനെ ഒന്ന് സൂം ചെയ്ത് ആ ഒരു സ്ക്രീൻ സൈസിൻ്റെ ആ ലെവലിൽ എത്തിയതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ആരോ ബട്ടൺ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീലിൻ്റെ ഓഡിയോയും കൂടി ചേർത്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവും. അപ്പോൾ ഇതും പലർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ്, എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് പുതുതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാളെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായാലും അറിയും. എന്നാൽ നിങ്ങൾക്ക് അയാളുടെ സ്റ്റോറിയോ പോസ്റ്റോ ഒന്നും കാണണ്ട, നിങ്ങളുടെ ഫീഡിൽ അത് കാണേ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മോഡിൻ്റെ ആ ഒരു ഐക്കണിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് മ്യൂട്ട് പോസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സ്റ്റോറിയോ പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കയറി നോക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫീഡിൽ വന്ന് കിടക്കില്ല. ഒരു നല്ലൊരു ക്രൂക്കഡ് മൈൻഡുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ബയോയ്ക്കകത്ത് വെബ്സൈറ്റിൻ്റെ അവിടെ ഒരു വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കും. അത് ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ്, ട്വിറ്റർ, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, അങ്ങനെ മൾട്ടിപ്പിൾ ലിങ്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. ലിങ്ക് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക് എല്ലാം അവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു കസ്റ്റം ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കസ്റ്റം ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബയോയിൽ കൊണ്ടുവന്നിട്ട് ആ വെബ്സൈറ്റിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലിങ്കിൽ ആരെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് കാണിക്കും. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കാണിക്കും. അതിലേതാണ് ആളുകൾക്ക് വേണ്ടതെന്നുള്ളത് അവർ ചൂസ് ചെയ്ത് എടുത്തോളൂ. അപ്പോൾ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ചിലരുടെയൊക്കെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബയോയിൽ അല്ലെങ്കിൽ എബൌട്ട് മീ എന്ന് പറയുന്നതിൽ കുറച്ച് വിയേർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫോണ്ടുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കും. അങ്ങനെയുള്ള ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലിങ്കോ ജാം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അതവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും താഴെയായിട്ട് പല വെറൈറ്റീസ് ഓഫ് ഫോണ്ടിൽ അത് നിങ്ങൾക്ക് കാണിക്കും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഫോണ്ടാണോ അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബയോയിൽ കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് കൊലാഷ് ലെറ്റർ. കൊലാഷ് ലെറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിമേറ്റഡ് ആയിട്ട് അനങ്ങുന്ന കുറച്ച് ലെറ്റേഴ്സ് നമ്മുടെ സ്റ്റോറിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് ഏറ്റവും മേളിലായിട്ട് നമ്മുടെ ജിഫ് സെലക്ട് ചെയ്യുന്ന അവിടെ സെലക്ട് ചെയ്യുക. ജിഫിലേക്ക് പോയിട്ട് കൊലാഷ് ലെറ്റേഴ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ലെറ്റേഴ്സ് ആനിമേറ്റഡ് ആയിട്ടുള്ള A to Z എല്ലാം വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അമൽ എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം A ക്ലിക്ക് ചെയ്യുക, പിന്നീട് M ക്ലിക്ക് ചെയ്യുക, പിന്നീട് വീണ്ടും A ക്ലിക്ക് ചെയ്യുക, പിന്നീട് L ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള ഓരോ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്റ്റോറിയൊക്കെ വളരെ സീരിയസ് ആയിട്ട്, അതായത് വളരെ സമയമെടുത്ത് ഒരു സ്റ്റോറിയൊക്കെ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.